ഇരിക്കട്ടെ. മാമനും അപ്പച്ചി എവിടെ പോയേ? അതവൾക്ക് ഒരു ചെറിയ പനി, അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ആശുപത്രി കാണിച്ചിട്ട് വരികാടി. നിന്റെ അച്ഛനെ കുറെ തവണ അവള് വിളിച്ചു, അങ്ങനെ തിരിഞ്ഞു നോക്കിയില്ല. തിരക്കാന്ന് മക്കളെ. അല്ലേലും അച്ഛൻ എപ്പോഴും തിരക്കായിരുന്നു. ഒരു സ്നേഹവും ഇല്ല, മൂത്ത മോളടുത്ത് മാത്രമേ ഉള്ളൂ സ്നേഹം. അങ്ങനെ എന്നാലും അത് വലിയ കഷ്ടമായി പോയി. മാമ വല്ല അറിഞ്ഞ? ഒന്നും അറിഞ്ഞില്ല മാമ. അച്ഛൻ്റെ 2000 രൂപ മേടിച്ചിട്ടേ ചേച്ചി ഡ്രസ് എടുക്കാൻ പോയി. എന്നിട്ട് എനിക്ക് ഒന്നും മേടിച്ചോണ്ട് വന്നില്ല. അയ്യോടി. എന്നിട്ട് ഞാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി പൈസ ചോദിച്ചപ്പം തന്നുമില്ല. അയ്യോടി. ദുഷ്ടൻ അച്ഛൻ. എന്നാലും എന്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? സാരമില്ല. മാമാ, അപ്പച്ചി, ഇത് എപ്പ എത്തി? ഇപ്പൊ വന്നേ ഉള്ളടാ. ആണോ? എങ്ങനെയുണ്ട് എന്റെ ഈ ഡ്രസ്? കൊള്ളാലോ, അടിപൊളി, സൂപ്പർ. സൂപ്പർ അല്ലേ? എത്ര രൂപയാടി ഇത്? രൂപയൊന്നും ഞാൻ പറയൂല. ഇത് എന്തുവാ ഇപ്പൊ, എന്തിനാ വാങ്ങിയേ? ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താ ഫംഗ്ഷൻ? മലയാളി മങ്ക. മലയാളി മങ്ക. മാമ, മലയാളി മങ്ക ഫംഗ്ഷൻ എന്തോന്ന് അറിയാവൂ? കേരള തനിമയുള്ള ഡ്രസ് ഇട്ടോണ്ട് വേണം അതിന് പോവാൻ. ഇത് എന്തോന്നിത്? ആണല്ലോ, നീ എന്തിനാ ഇത് വാങ്ങിച്ച? ഇതെന്തോന്ന് മലയാളി മങ്ക? ഇത് കൈയൊന്നും വയ്ക്കാൻ മറന്നു. അതെ. നീ നിനക്ക് സെറ്റ് സാരി വേണമെങ്കിൽ എന്റെ വീട്ടിൽ വരാൻ പാടില്ലേ? അവിടെ നിറയുണ്ട്. അല്ല, അത് മാത്രമല്ല, ഈ കൊടുത്ത കാശ് അവക്ക് കൊടുത്തായിരുന്നെങ്കിലോ. എനിക്കാണെങ്കിൽ പൈസക്കൊക്കെ ഭയങ്കര ആവശ്യം. ഇടി മോളെ, അതായത് നമ്മുടെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജില്ലയ്ക്കൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ സ്റ്റേറ്റിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ലോകത്തിനൊരു പാരമ്പര്യമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യാവും. പറഞ്ഞ മനസ്സിലായോ? ഈ മലയാളി തനിമയുള്ള ഒരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് മുല്ലപ്പൂ മാലയൊക്കെ ചൂടി അങ്ങനെ വരുന്നതിനകത്താണ് ഒരു മലയാളി. ഇതാണടി പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുപ്പ്. എടി, മലയാളി മുങ്ക സെറ്റ് സാരിയും കേരള സാരിയും കൊടുക്കണം നിർബന്ധമുണ്ടോ? അതിപ്പോ എന്താ പറയാ, ഇപ്പോഴത്തെ മോഡേൺ പിള്ളേർ അവരുടെ രീതി അനുസരിച്ച് വേഷമൊക്കെ കിട്ടും. പക്ഷെ മലയാളിയാണോ എന്ന് അവർ മനസ്സുകൊണ്ട് തെളിയിച്ചാൽ മതി. അതുപോലെ അല്ലേ? ഇതാണോടി? ഇതാണോ മലയാളി മങ്ക? ഇതൊരുമാതിരി മലയാളി മങ്കി. പങ്കം. നീ ആ കുടുംബശ്രീയിലോട്ട് വാ. ഇന്നലെ സുമതിയൊക്കെ ഒരുങ്ങി വന്നു. എന്റെ പൊന്നേ, മുല്ലപ്പൂവൊക്കെ വച്ച് എന്തൊരു ഭംഗിയായിരുന്നു. ഇത് ഇവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ? അയ്യം. ഇടി, മലയാളി മുങ്ക കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ എല്ലാണോ സെറ്റ് കൊണ്ടും മറ്റേ മുല്ലപ്പൂവും വട്ടപ്പൊട്ടൊക്കെ ചൂടി ഇറങ്ങി. ഇതാകുമ്പോ വെറൈറ്റി ആവില്ലേ? ക്ലീഷ സ്റ്റൈലിൽ എന്തിനാ പോണത്? എന്റെ മലയാളി മങ്ക ഇതല്ലേ? എനിക്ക് അത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ. ഇതൊരുമാതിരി എനിക്ക് വയ്യ. ശരിയല്ല, പൈസയും കളഞ്ഞ്. ശരിയല്ല മകളെ. ചിന്നു, നീ എങ്ങനെ വന്നു? അച്ഛാ, എന്ത് മക്കളെ, എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? ഇപ്പൊ വാങ്ങിച്ചാണോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാല്ലേ? നിനക്ക് പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും ചേരുമല്ലോ. നന്നായിട്ടുണ്ട്, കൊള്ളാം. നല്ല അച്ഛനും അമ്മയും. അല്ല, എന്താ പറയാ, അച്ഛനും അമ്മയും അല്ലേ മക്കളെ സപ്പോർട്ട് ചെയ്യണ്ടേ എങ്ങനെ വന്നാലും. അല്ല, എന്ത് പറ്റി ഇപ്പൊ? കൊള്ളൂല. ആര് പറഞ്ഞു? ഇടി, എത്ര രൂപയായി ഇതിന്? എത്ര രൂപയെന്ന് പറയടി. ഞാൻ നേരത്തെ ചോദിച്ചല്ലേ എന്റെ അടുത്ത്, എത്ര രൂപയായത് പറ. പറയണില്ല. 2000 തന്നു, പിന്നെ 1000 നിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. തികഞ്ഞാ? 5000 രൂപയായി. എന്റെ പൊന്നേ, ഈ ഉടുപ്പിനാ? അതുകൊണ്ട് കൈയില്ലാതെ കാലുണ്ടാ? യോ, കാല് പകുതി. ടേബിൾ മാറ്റിന്റെ ഒരു പാറ്റേൺ. ഇപ്പോഴത്തെ മോഡലുകളാണ്. ഡി, ഉടുപ്പിന് മാത്രം പാന്റിനും കൂടെ ചേർത്താ? രണ്ടും കൂടി ചേർത്ത്. സ്വാഭാവികം. ജീൻസിനൊക്കെ നല്ല വില. സ്വാഭാവികതയല്ലേ നിങ്ങളെ? ബ്രാൻഡഡ് ജീൻസിനൊക്കെ നല്ല വില വരും. എല്ലാരും കൂടെ എന്റെ കൊച്ചിനെ അങ്ങോട്ട് വിഷമിപ്പിക്കണം. ബ്രാൻഡഡ് ജീൻസാ. അവള് ഏതോ മറ്റേ റോഡ് കീറിയൊക്കെ ഇരിക്കുന്നു. അതിപ്പോഴത്തെ സ്റ്റൈലാണ്. ഇതാണാടി. വേണ്ട പോ. അല്ല മോളി, മോളെ, ഇന്നിനിയിപ്പൊ പോയി ഈ ഡ്രസ്സ് മാറ്റി മറ്റേ ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരാൻ സമയമില്ല. നമുക്ക് അടുത്ത വർഷം പങ്കെടുക്കാം. ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത വർഷം ഭംഗിയായിട്ട് പങ്കെടുക്കാം. അയ്യോ അമ്മ, അച്ഛാ, മക്കളെ വിഷമിക്കാതെ. കുഴപ്പമില്ല. അല്ല റിങ്കി, മോളെ കരയണ്ട. മോളെ മതി മോളെ മതിയാ. എന്റെ കൊച്ചിനെല്ലാം കൂടെ പറഞ്ഞ് പോകാതാക്കി കരയിപ്പിച്ച് കണ്ട. എന്റെ അലിയ, ഈ പുലിനട കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, ഒരു വില്ലേജിനൊരു പാരമ്പര്യമുണ്ട്, താലൂക്കിന് പാരമ്പര്യമുണ്ട്, ജില്ലക്ക് പാരമ്പര്യമുണ്ട്, സംസ്ഥാനത്തിന് പാരമ്പര്യമുണ്ട്. ഇതൊരിക്കൽ പറഞ്ഞല്ലേ അണ്ണ, ഇപ്പൊ തലവേദനയേ ഉള്ളൂ. തലപ്രാന്ത് എടുക്കല്ലേ. ടോട്ടൽ ഫാമിലിക്ക് വട്ടാണ്. വേണ്ട നിൽക്കുന്ന ഒരു കിറുക്കി. അയ്യോ ശരി, അത് പറഞ്ഞു വരുമ്പോ നിങ്ങളെ ഞാൻ എന്റെ ഇവിടെയാ വച്ചിരിക്കുന്നത്. താഴോട്ടിറങ്ങി വിടല്ലേ.
മതി പറഞ്ഞവര് മനസ്സിലായി. ഒരിക്കൽ പറഞ്ഞ വീണ്ടും പറയണ്ട. എടി പെങ്ങളെ, സത്യം പറഞ്ഞാല് ഈ 2 പെങ്കൊച്ചുങ്ങളെ വഷളാക്കുന്ന ഈ പുളും താനെ. ആ അല്ല, ചുമ്മാതെ 5000 രൂപ എടുത്ത് കൊടുത്ത് ഈ പന്ന ഡ്രസ്സ് വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? 5000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാലരാവരത്ത് ചെന്ന് കഴിഞ്ഞാല് 10 സാരി കിട്ടും. പിന്നല്ലാതെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സല്ലേ വാങ്ങിക്കുന്നത്. അവൾക്ക് യോജിച്ച ഡ്രസ്സുകളെ അവൾ വാങ്ങിക്കാറുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളുള്ളത് ഇട്ടോണ്ട് പോട്ടു. സങ്കടപ്പെട്ട് അവളെ എല്ലാരും കൂടെ പോകാതാക്കിച്ചല്ലോ. എന്നാ പിന്നെ പോന്ന ശരി. നീ എവിടെ പോണ്? ഊട്ടി പോണ്. നീ എവിടെ പോണിപ്പോ? ഞാൻ ഊട്ടി പോണ്. അളിയ അവർക്ക് കുറെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് യൂറിൻ, പിന്നെ ബന്ധുവടി, കൊളസ്ട്രോള് എല്ലാം അതൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവൾക്ക് എന്ത് പറ്റി? ഫോണ് കണ്ട എത്ര കോള്, എത്ര മെസ്സേജ്. അല്ലെങ്കിലും എനിക്കൊരു അസുഖം വന്നാലേ നിങ്ങൾ ഇല്ല. ഞാൻ ആശുപത്രി കൊണ്ടോ, വണ്ടി പോവാ. വേണ്ട, ആ പാട്ട വണ്ടിയിലല്ലേ, അത് ഞാൻ കേറൂല. ഇപ്പൊ എനിക്ക് തലവേദനയേ ഉള്ളൂ. നടുവോട് ഓടി എന്റെ മാറ്റത്തും ഇല്ല വണ്ടി. അങ്ങോട്ട് നോക്കമ്മ, മോളോട്ട് നോക്ക്.